കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നത് എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് പല രാജ്യങ്ങളിലെ എയർബേസുകളിലേക്കുമുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇറാനും ഇസ്രയേലും തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിലേക്ക് ഒരു സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ 2 മണിക്കൂർ പിന്നീടും മുൻപ് ഇറാൻ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ടെൽ അവീവിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്കൊപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് ആമുഖമായി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ മേഖലയിലുള്ള പശ്ചിമേഷ്യയിലെ, അതായത് GCC കൺട്രി രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എയർബേസുകൾക്ക് നേരെ ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിക്കഴിഞ്ഞ ആക്രമണമാണ്. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേലിലേക്ക് തിരിച്ചടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ മേഖലയിലെ 5 എയർബേസുകളിലേക്കാണ് നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ബഹ്റൈൻ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ എയർബേസുകളിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറാൻ ടാർഗറ്റ് ചെയ്ത അമേരിക്കൻ വ്യോമതാവളങ്ങൾ എന്ന് പറയുന്നത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, കുവൈറ്റിലെ അൽ സലേം എയർബേസ്, UAE അൽ ദഫ്ര, അതുപോലെ ബഹ്റൈനിലെ അമേരിക്കൻ നേവിയുടെ 5th ഫ്ലീറ്റ്, അതുപോലെ റിയാദിലേക്കും ഒരു ആക്രമണം ഉണ്ടായതായുള്ള വാർത്തകൾ വരുന്നു. ഇതിൽ ഖത്തറിലെ അൽ ഉദൈദിലേക്ക് നടന്ന ആക്രമണം അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ഖത്തർ അവകാശപ്പെടുന്നു.